കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. 55 സ്ഥാനാർത്ഥികളാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. പക്ഷേ പ്രധാനമായും തർക്കം നിലനിന്നിരുന്ന പല മണ്ഡലങ്ങളും ഒഴിച്ചു നിർത്തിയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയും 2 ഘട്ടങ്ങളിലായി പട്ടിക പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇന്ന് രാത്രി ഒരു പട്ടിക പുറത്തു വരാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. നാളെ രാവിലെ മറ്റൊരു പട്ടിക പുറത്തു വരുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ സുനിൽ ഐസക് കൂടി ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സുനിൽ, തിരുവനന്തപുരം ഒഴിച്ചിട്ടുകൊണ്ടാണ് ഒരു പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട മറ്റ് ചില മണ്ഡലങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ഒഴിച്ചു നിർത്താനുള്ള ആ ഒരു കാരണം എന്താണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിൽ എന്താണ് സംഭവിക്കുന്നത്? ഇതിന് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുണ്ട്. തിരുവനന്തപുരം സീറ്റ് CP ജോൺ CMBക്ക് നൽകാൻ ഏറെക്കുറെ ധാരണയായിരുന്നു. അത് ഉറപ്പിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 7 മണിക്ക് CMB സംസ്ഥാന കമ്മിറ്റിയുടെ വാർത്താ സമ്മേളനം ഇപ്പോൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് തിരുവനന്തപുരത്ത് CP ജോണിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് CP ജോൺ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പിക്കാം എന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നാണ് എനിക്ക് വിചാരിക്കുന്നത്. അവിടെ 7 മണിക്കാണ് വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം CP ജോണിന് CMBക്ക് എന്ന് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്നാലും പിന്നെയുമുണ്ട് മണ്ഡലങ്ങൾ നിരവധി. അതായത് അങ്ങനെയാണെങ്കിൽ എന്നാൽ കൂടിയും ആ 12 ഇടങ്ങളിൽ, എന്നാലും 12 ഇടങ്ങളിലാണ് കോൺഗ്രസ് മത്സരിക്കുക. അവിടെ 3 ഇടങ്ങളിൽ മാത്രമേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുള്ളൂ. 9 ഇടങ്ങളിൽ ഇനിയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളുമുണ്ട് ആ ലിസ്റ്റിൽ. ഇപ്പോ ചിറയൻകീഴായിരുന്നു ഒരു സ്ഥലം. ചിറയൻകീഴ് രമ്യ ഹരിദാസ് മത്സരിക്കുന്നതിനെതിരെ വലിയ എതിർപ്പൊക്കെ ഉണ്ടായ സ്ഥലമാണ്. അവിടെ രമ്യനെ തന്നെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നു. അത് സംവരണ മണ്ഡലമാണ്. വട്ടിയൂർക്കാവിൽ K മുരളീധരൻ തന്നെ ഇന്ന് നേരത്തെ ഉറപ്പിച്ചതാണ്. കോവളത്ത് വിൻസെന്റ് സിറ്റിംഗ് MLA ആണ്. ഇവിടെ തിരുവനന്തപുരത്ത് ഇപ്പോൾ CP ജോണാണ് മത്സരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം സീറ്റ് കൂടി അതിന്റെ കൂടി കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രഖ്യാപിക്കപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് പത്തനംതിട്ടയിലേക്ക് പോയി നോക്കാം. പത്തനംതിട്ടയിൽ അവിടെ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും കൗതുകമുള്ള ഒരു കാര്യം. അടൂർ പ്രകാശ് മത്സരിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന മണ്ഡലമാണ് കോന്നി. അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. അത് പക്ഷെ പത്തനംതിട്ടയിലേക്ക് എത്തിയ വേറെ ഏറ്റവും പ്രത്യേകത ഉള്ളത്, ഒരൊറ്റ സീറ്റിൽ പോലും പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാണ്. കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സീറ്റിലും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ആറന്മുള പ്രഖ്യാപിക്കും, ആദ്യഘട്ട ലിസ്റ്റിൽ ഉണ്ടാകുമെന്ന് കരുതിയ മണ്ഡലമാണ്. അവിടെ അബിൻ വർക്കി മത്സരിക്കും. അബിൻ വർക്കി ആയിരിക്കും സ്ഥാനാർത്ഥി എന്ന വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതിലെന്തോ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയാണെങ്കിൽ അവിടെയും ആറന്മുള അടക്കം ഒരിടത്തും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് പത്തനംതിട്ടയിൽ നിന്ന് വരാൻ വിവരം. പക്ഷേ കൊല്ലത്ത് ഏറെക്കുറെ എല്ലായിടത്തും തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. കൊല്ലത്ത് ഇനി പ്രഖ്യാപിക്കാനുള്ളത് ഒരൊറ്റ സീറ്റിൽ മാത്രമാണ് കോൺഗ്രസിന് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ളത്. അത് കൊല്ലത്തുനിന്ന് നമ്മൾ പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി അതിന് ഒപ്പം ചേർത്ത് പറയണം. അത് ചാത്തന്നൂര് ഫോർവേഡ് ബ്ലോക്കിന്റെ അവർ ചോദിച്ച സീറ്റാണത്. ഫോർവേഡ് ബ്ലോക്ക് ഒരൊറ്റ സീറ്റാണ് ചോദിച്ചത്, ചാത്തന്നൂരാണ്. അവിടെ പക്ഷേ അവർക്ക് സീറ്റില്ല. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുന്നു. സൂരജ് രവി അവരുടെ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടെ തെക്കൻ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക മൊത്തത്തിലെടുത്താൽ ഉണ്ടാകുന്ന ഒരു കാര്യം. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ ചില 3 മണ്ഡലങ്ങളിൽ CPM വിട്ടു വന്ന ആളുകളെ പിന്തുണയ്ക്കാൻ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. ആ 3 മണ്ഡലങ്ങൾ ഒഴിച്ചിട്ടിരിക്കുകയാണ്. അമ്പലപ്പുഴയും പയ്യന്നൂരും തളിപ്പറമ്പും. പക്ഷെ തളിപ്പറമ്പിൽ അതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഉയരുന്നുണ്ട്. പ്രാദേശിക നേതൃത്വത്തിന്റെ എതിർപ്പ് അവഗണിച്ച് മുന്നോട്ട് പോകരുതെന്ന് കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും തൽക്കാലം ആദ്യം പുറത്തു വന്ന ലിസ്റ്റിൽ അതില്ല. അതുപോലെ കണ്ണൂരിന്റെ കാര്യത്തിലും തീരുമാനമായിട്ടില്ല. കണ്ണൂരും കോന്നിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 സീറ്റുകൾ അവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു ലിസ്റ്റും കൂടി വരുന്നു എന്നാണ് പറയുന്നത്. എന്തായാലും ആ ലിസ്റ്റിൽ എന്തായിരിക്കും, ആ ലിസ്റ്റിൽ ഏതൊക്കെ സ്ഥാനാർത്ഥികളുടെ പേരുകളാണ് ഉണ്ടാവുക എന്നതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അധികം ദിവസമില്ല മുമ്പിൽ പരസ്യ പ്രചരണത്തിനിറങ്ങാൻ. ഇപ്പോഴും സ്ഥാനാർത്ഥി ആര് എന്ന് പോലും കൃത്യമായ ഉത്തരം കിട്ടാത്ത സ്ഥലങ്ങളിലൊക്കെ ഒരു പോസ്റ്റർ പോലും അടിക്കാൻ കോൺഗ്രസിന്റെ സാധിച്ചിട്ടില്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇനി ഒന്നിൽ നിന്ന് തുടങ്ങേണ്ട മണ്ഡലങ്ങളുണ്ട്. അത്തരം മണ്ഡലങ്ങളിൽ വലിയ പ്രതിസന്ധിയുണ്ട്. പ്രചരണത്തിന് വളരെ ചുരുങ്ങിയ ദിവസം മാത്രമുള്ളൂ. 21 ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ. അതൊരു വലിയ പ്രതിസന്ധിയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയോ നാളെ രാവിലെയൊക്കെ ആയിട്ട് തർക്കം തീർത്ത് 92 ഇടങ്ങളിലും കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിന്റെ ഒരാദ്യഘട്ട പട്ടിക
അതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യെസ് സുനിൽ, ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി ഒരു പട്ടിക കൂടി പുറത്തു വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നിർണായകമാണ്. ഇനി ഈ തർക്കമുള്ള മണ്ഡലങ്ങളെല്ലാം ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ, ആരൊക്കെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇന്ന് രാത്രിയോടുകൂടി പുറത്തു വരുന്ന ലിസ്റ്റിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിക്കാണാം. ഇപ്പോൾ സുനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ അങ്ങനെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് CP ജോൺ, CMPയുടെ CP ജോൺ മത്സരിക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് ഒഴിച്ചിട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് അക്കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്, ഉറപ്പിക്കാമെന്ന് തന്നെയാണ് സുനിൽ ഐസക് പറയുന്നത്. വളരെ പെട്ടെന്ന് വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ചെറിയ ഇടവേളയ്ക്ക് ശേഷം.